ഹലോ, നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ബോർണിയോ സ്കീമാറ്റിക് ടൂളിൻ്റെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഇടതുഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇതിൻ്റെ ഇൻ്റർഫേസിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അത് അപ്ഡേറ്റിന് ശേഷം ഇങ്ങനെ ആയതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഇടതുഭാഗത്ത് പോയി കഴിഞ്ഞാൽ 9 കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഒന്നാമത്തെ ഹാർഡ്വെയർ സൊല്യൂഷൻ നമ്മളെടുത്തു. അപ്പോൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അൽക്കാട്ടൽ മുതൽ സെറ്റി വരെയുള്ള ഫോണിൻ്റെ കമ്പനി നെയിം കാണാം. നമ്മളതിൽ ഹുവായി സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹുവായി 10 ലൈറ്റ് ഓപ്പൺ ചെയ്യുന്നു. അതിനകത്ത് ഓൺ ഓഫ് വോളിയം PDF എന്നൊക്കെ ഭാഗം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ലൈനുള്ള ഒരു പാർട്ട് നമുക്ക് കിട്ടും. അത് കുറച്ച് വലുതാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലൈൻസും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമുക്ക് എഴുതിയിട്ട് കാണാം പവർ കീയുടെ ലൈനാണ് ഈ പോകുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലുള്ള കാണുന്നത് വോളിയം ഡൗൺ കീ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് മുകളിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കാണുന്നത് വോളിയം അപ്പ് കീ ആണ്. ഈ 3 സ്വിച്ചിൻ്റെയും കണക്ഷൻസ് നമുക്ക് ഇവിടെ ഈ കമ്പോണൻറ്റിലൂടെ നമുക്ക് IC കളിലേക്ക് പോകുന്ന കാണാം. അതിൻ്റെ അകത്ത് ഓൺ ഓഫ് സ്വിച്ചിൻ്റെ കണക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഈ ഒരു കമ്പോണൻറ്റിലൂടെ ഇങ്ങനെ മെയിൻ പവർ ICയിലേക്ക് നമുക്ക് പോകുന്ന കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ പവർ കീക്കോ അല്ലെങ്കിൽ വോളിയം മൈനസിനോ അല്ലെങ്കിൽ വോളിയം പ്ലസ് ബട്ടണോ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് അതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഇതിലൂടെ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പോണൻറ്റ് വഴി ഇപ്പോൾ കീ ഡൗൺ, അത് വോളിയം ഡൗൺ കീയുടെ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ വന്ന് ഈ പോയിന്റിൽ ഇവിടെ ഒരു കമ്പോണൻ്റ് ഉണ്ട്, കോയിലോ റെസിസ്റ്ററോ ആയിരിക്കും. അത് നേരെ പോയി CP-യിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ പോയിന്റിൽ ആ ലൈൻ എത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മൾട്ടിമീറ്റർ കൊണ്ട് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ലൈന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഈ കംപ്ലൈൻറ്റ്, അതായത് വോളിയം സ്വിച്ച്, വോളിയം മൈനസ്, വോളിയം പ്ലസ്, അതുപോലെ തന്നെ പവർ ബട്ടൺ, ഇതിൻ്റെ ബേസ് ഇത്രയും വളരെ ക്ലിയർ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് നമുക്ക് അതിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആ കംപ്ലൈൻറ്റ് മൾട്ടിമീറ്റർ കൊണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ എളുപ്പത്തിൽ ആ പ്രശ്നം പരിഹരിക്കാനും വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് ഓൺ ഓഫ് വോളിയം സ്വിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയോഡ് വാല്യൂ ആണ്. ഇനി ഇതിലെന്താണ് നമുക്ക് നോക്കാം. ഡയോഡ് വാല്യൂ എന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിൻ്റെയും പേരുകൾ അതിനകത്ത് കാണാൻ പറ്റും. ഇവിടെ സിം കാർഡ് 2, SD കാർഡ്, സിം കാർഡ് 1, അതുപോലെ തന്നെ ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫിംഗർ പ്രിൻ്റ്, അതുപോലെ തന്നെ LCD കണക്ടർ, ബാറ്ററി, അതുപോലെ തന്നെ BTB കണക്ടർ, അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ 16 മെഗാ പിക്സൽ, ഇവിടെ ഇയർ സ്പീക്കറിൻ്റെ 2 പോയിന്റ് കാണാം. അതുപോലെ തന്നെ ബാക്ക് ക്യാമറ 20 മെഗാ പിക്സൽ, അതുപോലെ തന്നെ ബാക്ക് ക്യാമറ 2 മെഗാ പിക്സൽ.
അപ്പോൾ ഇങ്ങനെ ഓരോ പാർട്ടിൻ്റെയും ആ പേരും അതുപോലെ തന്നെ അവിടെ കുറച്ച് നമ്പേഴ്സൊക്കെ നമുക്ക് എഴുതിയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബാക്ക് ക്യാമറ 2 മെഗാ പിക്സൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ഓരോ പിന്നിന് കണക്കായിട്ട് അവിടെ ഒരു അതിൻ്റെ പേര് എഴുതിയിട്ടുണ്ടാവും, ആ ലൈനിൻ്റെ പേര് എഴുതിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് നമ്പേഴ്സ് നമുക്ക് ഇവിടെ നോട്ട് ചെയ്തിട്ട് കാണാൻ പറ്റും. ഇപ്പുറത്തെ ലൈനിലും നമുക്ക് കാണാം. അപ്പോൾ ഇതിന് ഡയോഡ് വാല്യൂ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാല്യൂ അല്ലെങ്കിൽ GR എന്നൊക്കെ ഇതിന് പറയാറുണ്ട്. നമുക്കിപ്പോൾ ഒരു സെറ്റ് റിപ്പയറിന് വന്നു കഴിഞ്ഞാൽ ക്യാമറ കംപ്ലൈൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഇത് ബാക്ക് ക്യാമറ 2 മെഗാ പിക്സലാണ്, ഈ ഒരു ക്യാമറ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ആ ക്യാമറ അയച്ച് ക്യാമറേൻ്റെ മൊഡ്യൂള് ആ സോക്കറ്റിൽ നിന്ന് വേർപെടുത്തിയിട്ട് നമുക്കത് ഈ കംപ്ലൈൻറ്റ് മൊഡ്യൂളിൻ്റെ കംപ്ലൈൻ്റ് ആണോ അല്ലെങ്കിൽ ഈ പിന്നിലേക്ക് വരുന്ന ഈ സോക്കറ്റിലേക്ക് വരുന്ന കണക്ഷൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്ന് തിരിച്ചറിയാൻ ഈ ഒരു പിക്ചർ അല്ലെങ്കിൽ ഈ ഒരു കാണിക്കുന്ന ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഈ അളവുകൾ അല്ലെങ്കിൽ ഈ ചെക്ക് ചെയ്യുന്ന ഈ വാല്യൂസ് നമുക്ക് വളരെ പ്രയോജനം ചെയ്യും. അതായത് ഇതിൽ കാണിക്കുന്നത് ഫസ്റ്റ് 0L, രണ്ടിലും 0L ആണ് കാണിക്കുന്നത്. അതിൻ്റെ ഇവിടെ ബ്ലാക്ക് കളറിൽ നിങ്ങൾക്ക് കാണാം, അത് ഗ്രൗണ്ടാണ്. അതുപോലെ തന്നെ ഇവിടെ 0L എന്ന് രണ്ടിൽ കാണാം. ഇതിൽ നമ്മൾ മൾട്ടിമീറ്റർ കൊണ്ട് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ 0L എന്ന് പറഞ്ഞാൽ അവിടെ നോ റീഡിംഗ് എന്നാണ് അതിൻ്റെ അർത്ഥം, റീഡിംഗ് ഉണ്ടാവില്ല. ഇനി അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഡയോഡ് വാല്യൂ ചെക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ GR ചെക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം സെയിം ആണ്. ഗ്രൗണ്ട് വാല്യൂ എന്ന് പറഞ്ഞാലും GR എന്ന് പറഞ്ഞാലും ഡയോഡ് വാല്യൂ എന്ന് പറഞ്ഞാലും ഇതൊക്കെ സെയിം ആണ്. ഇത് ചെക്ക് ചെയ്യുന്നത് മദർ ബോർഡിലെ ഗ്രൗണ്ടിൽ നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് പ്രോബ് വെച്ചിട്ട് മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് പ്രോബ് കൊണ്ട് നമ്മൾ ഈ ഓരോ പോയിന്റിൽ ചെക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും 664 664. അതുപോലെ തന്നെ അതിൻ്റെ താഴെയും നമുക്ക് 664 കാണാം. അതുപോലെ തന്നെ അതിൻ്റെ താഴെയും 664 കാണാം. ഇതൊക്കെ ഈ ഒരു വാല്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അടുത്ത ഭാഗത്ത് അതിൻ്റെ കണക്ഷൻ്റെ പേരും എഴുതിയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ നമ്പേഴ്സ് കാണുന്നത് ഇത് 664 എന്ന് പറയുന്നത് 664 ഓം ആണ്. അതായത് നമുക്ക് മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് പ്രോബ് മദർ ബോർഡിൻ്റെ ഗ്രൗണ്ടിൽ കണക്ട് ചെയ്തിട്ട് മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് പ്രോബ് കൊണ്ട് നമ്മൾ ഈ ഓരോ പോയിന്റ് ചെക്ക് ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ഈ പോയിന്റ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 664 ഓം കിട്ടുന്നുവെങ്കിൽ ആ ലൈൻ ഓക്കെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി 664 തന്നെ കിട്ടണം എന്നൊന്നുമില്ല. അതിൽ ചെറിയ കുറവും ചിലത് കൂടുതലുണ്ടാവും, ചിലത് കുറവുണ്ടാവും. പക്ഷെ നോ റീഡിങ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് അവിടെ ആ കണക്ഷൻ കട്ടായിരിക്കുന്നത് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ 664 കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് 700 ആവാം, ചിലപ്പോൾ അത് 500 ആവാം, 450 ആവാം. പക്ഷെ ഒരുപാട് കുറവും ഒരുപാട് കൂടുതലും സാധാരണ വരാറില്ല. ഈ ഒരു റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പുറത്തുള്ളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു റേഞ്ച് ഏകദേശം നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലൊക്കെ ആ പറയുന്ന വാല്യൂ അതിനോടനുബന്ധിച്ചിട്ട് കുറച്ച് കുറവും കുറച്ച് കൂടുതലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ലൈന് ഓക്കെ ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ കണക്ടറിൽ നമുക്ക് ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഈ വാല്യൂസിന് സമാനമായിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഈ ലൈൻസ് ഒക്കെ ഓക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്കൊരു ഐഡിയയിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ മൊഡ്യൂൾ ആയിരിക്കും കംപ്ലൈൻറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ മൊഡ്യൂൾ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു കണക്ഷൻ കട്ടായിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ക്യാമറേൻ്റെ കണക്ഷൻ വേറെ ക്യാമറേൻ്റെ കണക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അത് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഓരോ പിന്നിലും വരുന്നത് ഏത് കമ്പോണന്റ് വഴിയാണ്, ഏത് IC-യിൽ നിന്നാണെന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വാല്യൂ വെച്ചിട്ട് നമുക്ക് ഈ സർക്യൂട്ടിലേക്ക് ഈ ലൈൻ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കൊരു തീരുമാനത്തിൽ എത്താൻ പറ്റും അത് മൊഡ്യൂൾ ആണോ കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ സർക്യൂട്ടിലാണോ കംപ്ലൈൻറ്റ് എന്നുള്ള ഒരു അനലൈസിങ് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറ 16 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറേൻ്റെ ഭാഗം നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ കാണാം. ഇവിടെ നമുക്ക് ഫസ്റ്റിൽ കാണുന്നത് 492 ഓം ആണ്.
അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ 455 ഓം ആണ്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ 663 ഓം, അതിൻ്റെ താഴെ 663 ഓം. അപ്പോൾ ഈ വാല്യൂ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നോക്കുക. ഈ വാല്യൂ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല, കുറച്ച് കുറവാവാം, കുറച്ച് കൂടുതലും ആവാം. പക്ഷെ ഒരിക്കലും ഇവിടെ നോ റീഡിങ് വരാൻ പാടില്ല. നോ റീഡിങ് വന്നു കഴിഞ്ഞാൽ ആ പിന്നിലേക്ക് കണക്ഷൻ വരുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ കണക്ഷൻ എവിടെ നിന്നാണ് വരുന്നത് എന്ന് മറ്റുള്ള വേറെ ക്യാമറേൻ്റെ അതിൻ്റെ സർക്യൂട്ട് കൊടുത്തിരിക്കുന്ന ഭാഗങ്ങളുണ്ട്. അതിൽ നോക്കിയിട്ട് അത് ഏത് കമ്പോണന്റ് വഴിയാണ് വരുന്നത്, ഏത് ഐസിയിൽ നിന്നാണ് വരുന്നത് എന്ന് നോക്കിയിട്ട് നമുക്ക് ആ കണക്ഷൻ ഇവിടെ ജമ്പർ വയറിട്ടിട്ട് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം നമുക്ക് പരിഹരിക്കപ്പെടും. അപ്പോൾ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഈ ഒരു വാല്യൂ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ പല ഭാഗങ്ങളും ഏത് ഭാഗത്താണ് സർക്യൂട്ടിലാണോ കംപ്ലൈൻറ്റ് വരുന്നത് അല്ലെങ്കിൽ മറ്റുള്ള ഭാഗത്താണോ കംപ്ലൈൻറ്റ് വരുന്നത് എന്നൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ നോക്കിയത് ഓൺ ഓഫ് വോളിയം സ്വിച്ചിൻ്റെ കണക്ഷൻ നോക്കി നമ്മൾ, അതുപോലെ തന്നെ ഡയോഡ് വാല്യൂ നോക്കി. അപ്പോൾ എന്താണെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഓൺ ഓഫ് സ്വിച്ചിൻ്റെ ഒന്നും കൂടി ജസ്റ്റ് നോക്കാം നമുക്ക്. അപ്പോൾ നേരത്തെ ഡയോഡ് വാല്യൂ പറഞ്ഞതുപോലെ ഇവിടെയും അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഓരോ പോയിന്റിൽ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ റെസിസ്റ്റൻസ് കിട്ടുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പോസിറ്റീവ് ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഈ ഓരോ പോയിന്റിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കണക്ഷൻ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഇത് കണക്ഷൻ റെസിസ്റ്റൻസ് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ലൈന് കട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ഏത് കമ്പോണന്റ് വഴിയാണ് ഇത് കടന്നു വരുന്നതെന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് വളരെയേറെ പ്രയോജനപ്രദമായ ഒരു സർക്യൂട്ടാണ് അല്ലെങ്കിൽ ഒരു ടൂളാണ് ബോർണിയോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് 2 ഭാഗം മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി നമുക്ക് ഇനി വരുന്ന വീഡിയോകളിൽ വ്യക്തമായിട്ട് ബാക്കി നമുക്ക് അടുത്ത വീഡിയോകളിൽ ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.